മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എ വി ജോർജാണ് ഇന്ന് വ്യൂ പോയിന്റിൽ. സോ വെൽക്കം. ഒരു സർവകലാശാല വൈസ് ചാൻസലറോട് അസുഖകരമായ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നത് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. താങ്കൾ ക്ഷമിക്കണം. താങ്കളുടെ പേരിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ, ഒന്ന്, താങ്കളെ VC ആയി നിയമിച്ചതിന് UGC കൽപ്പിക്കുന്ന മാനദണ്ഡങ്ങൾ ശ്രീ എ വി ജോർജിനില്ല എന്ന ആക്ഷേപമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഇതിൽ സെനറ്റ് അംഗമായ VR ബിജു ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ സർക്കാരിൽ നിന്നും ഹൈക്കോടതി വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അതിൽ സർക്കാർ സത്യവാങ്മൂലം നൽകാൻ പോവുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ചീഫ് സെക്രട്ടറി താങ്കളുടെ നിയമന നടപടികൾ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം വേണമെന്നും താങ്കൾക്ക് എതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് സർക്കാരിന് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. എന്താണ് VCയുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം? അതിന് തന്നെ ചീഫ് സെക്രട്ടറിക്ക് അതിനുള്ള അധികാരമുണ്ടോ? ചീഫ് സെക്രട്ടറി ഒരു വൈസ് ചാൻസലർക്കെതിരെ, ചീഫ് സെക്രട്ടറി അല്ല, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഒരു വൈസ് ചാൻസലറുടെ നിയമനത്തെക്കുറിച്ച് അങ്ങിരിക്കുന്ന ഗവൺമെന്റിനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമല്ലേ? മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പിനും നൽകിയിരിക്കുന്ന ചീഫ് സെക്രട്ടറിയാണ് EK ഭരത്ഭൂഷൺ. അതെ, അത് അദ്ദേഹം ഫോർവേഡ് ചെയ്യുന്നുള്ളത്. അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അതിനെ സംബന്ധിച്ചത്. അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അങ്ങനെ കേരളത്തിലെ വൈസ് ചാൻസലർമാരുടെ യോഗ്യതയെക്കുറിച്ച് ഒന്ന് അന്വേഷണം നടത്തണം, അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ എന്ത് അധികാരമാണുള്ളത്? ഞാൻ അദ്ദേഹത്തിൻ്റെ അധികാരത്തില്ല, അത് ശരിയായ നടപടിയല്ല. വിദ്യാഭ്യാസ മന്ത്രിയോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വൈസ് ചാൻസലറെ സംബന്ധിച്ച് അവരുടെ മുകളിലുള്ളത് മിനിസ്റ്ററാണ്. മിനിസ്റ്ററും ഗവർണറുമാണ്. മിനിസ്റ്റർക്കും ഗവർണർക്കും നടപടിയെടുക്കാം, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള റിപ്പോർട്ട് കൊടുക്കാം, ഗവർണറോട് ആവശ്യപ്പെടാം. ഒരു വൈസ് ചാൻസലറുടെ താഴെ വരുന്ന ഒരു ഉദ്യോഗസ്ഥന് എന്ത് അവകാശമാണ് ഉള്ളത്? ഞാൻ വളരെ തുറന്ന് പറയുന്ന ആളാണ്. എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ അങ്ങനെ ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റാക്കി യൂണിവേഴ്സിറ്റിയൊക്കെ ഭരിച്ചു കളയാമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് ഞാൻ യോജിക്കില്ല. വൈസ് ചാൻസലർ എന്ന നിലയിൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു പരമാധികാരമൊക്കെ ഉണ്ട്. ആ യൂണിവേഴ്സിറ്റിയെ പരമാധികാരം ഉയർത്തിപ്പിടിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ ആഴത്തിലൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, യൂണിവേഴ്സിറ്റിയിൽ 10 വർഷം തുടർച്ചയായിട്ട് പ്രവർത്തന പരിചയം വേണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വേണമെന്ന് പറഞ്ഞാൽ കോളേജ് സർവീസുള്ള ഒരു അധ്യാപകർക്കും വൈസ് ചാൻസലർ പദവിയിലേക്ക് വരാൻ പറ്റില്ല. കോളേജിലെ പ്രൊഫസർ പോസ്റ്റ് നടപ്പാക്കാത്തത് ഗവൺമെൻറ്റാണ്, അല്ലാതെ അധ്യാപകരുടെ കുഴപ്പമല്ല. കോളേജ് സർവീസിലുള്ളവർക്ക് 10 വർഷം സർവീസ് പ്രൊഫസറായിട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള യോഗ്യതയുള്ളവരാ ഒരുപാട് പേര്. പക്ഷേ അങ്ങനെ ഒരു പോസ്റ്റ് അല്ല, അത് ആ കാൻഡിഡേറ്റിന് കുഴപ്പമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കാലടി സർവകലാശാല വൈസ് ചാൻസലർ, അദ്ദേഹം പ്രൊഫസർ പോസ്റ്റിൽ 10 വർഷം ഇരുന്നിട്ടില്ല. കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ, അദ്ദേഹം ഒരു കോളേജ് സർവീസിൽ നിന്ന് വന്നതാണ്. ഒരു പക്ഷേ മലയാള സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ 10 വർഷം പ്രൊഫസറായിട്ട് ഇരുന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ PVC 10 വർഷം ഇരുന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ അപ്പോയിൻറ്റ് ചെയ്ത വീരമണി കണ്ഠൻ 10 വർഷം പ്രൊഫസറായിട്ട് ഇരുന്നിട്ടില്ല. എല്ലാ വൈസ് ചാൻസലർമാരെയും ഇപ്പോൾ പിരിച്ചുവിടേണ്ടി വരും. താങ്കളുടെ നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടായ മറ്റൊരു ആക്ഷേപം, ഒരു റിസർച്ച് ഗൈഡായി ഇരുന്നിട്ടില്ല, പകരം ഒരു റിസർച്ച് കോർഡിനേറ്റർ ആയിരുന്നു. ഇത് UGCയുടെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളതാണ് പുറത്തുള്ള ആക്ഷേപം. എന്തായി പറയുന്നത്? ഞാൻ എത്ര വർഷമായി റിസർച്ച് ഗൈഡായിട്ട്? എൻ്റെ കീഴിലെ 7 പേര് 7 സബ്ജക്റ്റിൽ PhD എടുത്തിട്ടുണ്ട്. എനിക്ക് 40ഓളം പബ്ലിക്കേഷനുണ്ട് വിവിധ ജേണലുകളിൽ. അമേരിക്കയിലെ ഏറ്റവും ഇമ്പാക്ട് ഫാക്ടറുള്ള 2.2 ഇമ്പാക്ട് ഫാക്ടറുള്ള അമേരിക്കൻ ജേണൽ ഓഫ് എൻവയോൺമെൻറ്റൽ സയൻസിൽ എൻ്റെ പഠനം വന്നിട്ടുണ്ട്. ഒരു പഠനത്തിന് പേറ്റൻറ്റ് ചോദിച്ചിട്ടുണ്ട്. 8ഓളം ബുക്കുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കോളേജുകളുള്ളത് കാലിക്കറ്റ് സർവകലാശാലയിലെ മികച്ച അധ്യാപകനായിട്ട് യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുത്ത തന്നെയാണ്. വൈസ് ചാൻസലറായി പരിഗണിക്കുന്നതിന് വേണ്ടി താങ്കൾ നൽകിയ ബയോഡേറ്റയിൽ കേന്ദ്ര സർവകലാശാലയിലെ എൻവയോൺമെൻറ്റൽ സയൻസ് വിഭാഗത്തിൻ്റെ വകുപ്പ് മേധാവിയായിരുന്നു എന്ന് അതിൽ രേഖപ്പെടുത്തുകയും, എന്നാൽ അത് ബയോഡേറ്റ നൽകിയ സമയത്തോ അല്ലെങ്കിൽ വളരെ കുറച്ച് കാലമേ താങ്കൾ ആ പദവിയിൽ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതുമാണ് താങ്കൾക്കെതിരെയുള്ള വിമർശനം. മാത്രമല്ല, VC ആയി നിർദ്ദേശിക്കാൻ ഉള്ള സമിതിയിൽ UGCയുടെ നോമിനിയായി എത്തിയ ഡോക്ടർ അനന്തകൃഷ്ണൻ താങ്കൾ ഈ പോസ്റ്റിലെത്താൻ യോഗ്യനല്ല എന്ന രേഖാമൂലം സ്ഥാപിക്കുകയും അദ്ദേഹത്തിൻ്റെ വിയോജനക്കുറിപ്പ് അറിയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് 3 പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടത്. അതിൽ 3ാമത്തെ പേരായിരുന്നു ഡോക്ടർ എ വി ജോർജിൻ്റേത്. ഗവർണർ താങ്കളെ നിയമിക്കാൻ തീരുമാനിച്ചപ്പോഴും സർക്കാർ നൽകിയ കേന്ദ്ര സർവകലാശാലയിലെ താങ്കൾ എൻവയോൺമെൻറ്റൽ സയൻസ് വകുപ്പിൻ്റെ മേധാവിയാണ് എന്ന വാദമാണ് അംഗീകരിക്കപ്പെട്ടത്. അങ്ങനെയാണ് താങ്കളെ ഈ പോസ്റ്റിലേക്ക് നിയമിക്കുന്നത്, ശരിയല്ലേ? ഇതൊക്കെ വെറുതെ വിവാദങ്ങൾക്ക് വേണ്ടി വിവാദങ്ങൾ ഉണ്ടാകുന്നല്ലേ? അതിൻ്റെ പിന്നിൽ ചില ശക്തികൾ, ചില കുത്തിത്തിരിപ്പ്. ഒരു കാര്യം ഉറപ്പല്ലേ,
നിയമമനുസരിച്ച് ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ആ സെർച്ച് കമ്മിറ്റി പരിശോധിച്ച് ഗവൺമെൻറ്റിലേക്ക് കൊടുത്ത പേര് ആ ഗവൺമെൻറ് ശുപാർശ ചെയ്ത് ഗവർണർക്ക് കൊടുത്ത് അതല്ലേ നടപടിക്രമം. ആ നടപടിക്രമം അനുസരിച്ചിട്ടല്ലേ ഈ വൈസ് ചാൻസലർ നിയമിക്കപ്പെട്ടത്. സംശയമുണ്ടോ? ആ കാര്യത്തിലൊരു സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റ് വിവാദങ്ങളെക്കുറിച്ച് ചുമ്മാ ഇത് കോടതിയുടെ പരിഗണിക്കും, ഞാനിതിന് പ്രതികരിക്കില്ലെന്ന് വിചാരിച്ചാണ്. പക്ഷേ എങ്കിലും പറയുകയാണ്, വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ആയിരുന്നോ അല്ലയോ എന്ന് വിവാദം, അതിനൊക്കെ ഓർഡറുണ്ട്. അവിടെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇറക്കിയ ഓർഡറുണ്ട്, ആർക്കും കാണാതെ വെറുതെ പറഞ്ഞ് വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റായി കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ വർക്ക് ചെയ്ത് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ 56 വയസ്സ് ചെയ്യുമ്പം 56 വയസ്സ് തികയുന്ന അന്ന് എൻ്റെ പെൻഷൻ പേപ്പറൊക്കെ അയക്കും. അതിന് സൂപ്പർ ആനുവേഷൻ എന്ന് പറയും. സൂപ്പർ ആനുവേഷൻ ആകുമ്പോൾ തിരിച്ച് കോളേജിൽ വന്ന് ജോയിൻ ചെയ്യണം. നവംബർ 29-ാം തീയതിക്ക് മുമ്പ് എൻ്റെ കാൻഡിഡേറ്റ്സൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഇതങ്ങ് നീണ്ടുപോയി. ഈ നിയമനം നീണ്ടുപോയപ്പോഴത്തേക്ക് എനിക്ക് തിരിച്ച് ക്രൈസ്റ്റ് കോളേജ് ജോയിൻ ചെയ്യുന്നു. സൂപ്പർ ആനുവേഷൻ, കാരണം പെൻഷൻ പേപ്പറൊക്കെ ആയി അങ്ങനെ വന്നു. അതിനുശേഷമാണ് പെട്ടെന്നൊരു ബയോഡാറ്റ ക്ഷണിച്ചതൊന്നും കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത. അപ്പോൾ ഉദ്യോഗസ്ഥർ അവിടെ ചില ഇടപെടലുകളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. ബയോഡേറ്റ് അല്ല, ഒരു അപേക്ഷ ക്ഷണിച്ചിട്ട് വൈസ് ചാൻസലറെ അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരു രീതി ഇന്ത്യയിൽ ഒരിടത്തുമില്ല, കേരളത്തിൽ ഇന്നു വരെ നടന്നിട്ടില്ല. പക്ഷേ ഈ കാര്യത്തിൽ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ക്ഷണിച്ചത് നന്നായി. അപ്പോൾ ഞാൻ എൻ്റെ നേരത്തെ പലയിടത്തും പ്രചരിച്ചിരുന്ന പലരിലുള്ള ബയോഡേറ്റയ്ക്ക് പകരം വളരെ വ്യക്തമായിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലെ അഡ്രസ്സിൻ്റെ അവിടെ റീജോയിൻഡ് അറ്റ് ക്രൈസ്റ്റ് കോളേജ് ഡ്യൂ ടു സൂപ്പർ ആനുവേഷൻ ഓൺ നവംബർ 29 വളരെ വ്യക്തമാണ്. ആർക്കും ആരോട് ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കണം, ആരെങ്കിലും അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് പറയട്ടെ. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമല്ലേ, ആരൊക്കെ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നുള്ള കാര്യം ഇപ്പം ക്ലിയർ അല്ലേ. ചിലർ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു എന്ന് VC പറഞ്ഞു. ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആളുകൾ രാഷ്ട്രീയക്കാരാണോ? അതിന് പിന്നിൽ ഉമ്മൻചാണ്ടിയാണോ? ഉമ്മൻചാണ്ടിയല്ല, ഒരിക്കലും അല്ല. കാരണം താങ്കൾ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയെ ബോധിപ്പിച്ചിട്ടുണ്ട്, എന്നിട്ട് പോലും തന്നെ തട്ടിത്തെറിപ്പിക്കാനാണ് നീക്കങ്ങൾ നടക്കുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ നീക്കം നടത്തുന്നത് ഞാനൊരിടത്തും എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ചിന്തയും എന്നെ സംബന്ധിച്ച് അല്ല, ഞാൻ അതാണ് ചോദിക്കുന്നത്, അങ്ങനെ ഉണ്ടോ? അല്ല, മുഖ്യമന്ത്രിയുടെ പേരൊന്നും ഇതിലേക്കൊന്നും വലിച്ചെടുക്കണ്ട. ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തന്നെ മുഖ്യമന്ത്രി ഈ വിഷയമായിട്ട് ബന്ധപ്പെടുത്തുകയേ വേണം. ശരി, താങ്കളുടെ നിയമന സമയത്ത് തന്നെ കോൺഗ്രസിൽ ഒരു പ്രബല വിഭാഗത്തിന് അതിൽ എതിർപ്പുണ്ടായിരുന്നു, അത് താങ്കൾ അംഗീകരിക്കുന്നില്ലേ? ഞാൻ വളരെ വ്യക്തമായിട്ടങ്ങ് പറയാം. ഇവിടെ ഒരു മുൻ രജിസ്ട്രാർ, ഇപ്പോൾ സസ്പെൻഷനുള്ള രജിസ്ട്രാറുണ്ട്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ ഒത്താശയോട് കൂടിയാണ് അന്നത്തെ ഈ സെലക്ഷൻ കമ്മിറ്റി ചില കുത്തിത്തിരിപ്പുകളുണ്ടായി. അതിനൊരു ഉദാഹരണം, ഏറ്റവും എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഉദാഹരണമാണ് അപേക്ഷ ക്ഷണിച്ചത്. അപേക്ഷ ക്ഷണിച്ചതൊക്കെ ഇതിനകത്തുള്ള ഇടപെടലിൻ്റെ ഭാഗമാണ്. പറയാൻ കോൺഗ്രസിൽ ഒരു പ്രബല വിഭാഗത്തിന് എതിർപ്പുണ്ടായിരുന്നു താങ്കളുടെ നിയമനത്തിൽ. അല്ല, അതൊന്നും കുറച്ചുകൂടി എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഞാൻ പറയട്ടെ. എ വിഭാഗത്തിൽ പെടുന്ന ചില സിൻഡിക്കേറ്റ് അംഗങ്ങളാണിപ്പോൾ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഇങ്ങനെ വളരെ പരിശ്രമിച്ച് നടക്കുന്നത്. അക്കാദമിക് കാര്യങ്ങളിൽ അതിനകത്ത് വേറൊരു കാര്യം കൂടി എനിക്ക് പറയണ്ടേ, ഈ സിൻഡിക്കേറ്റുകളിലൊക്കെ അക്കാഡമീഷ്യൻസ് വരണം. ഒരു യൂണിവേഴ്സിറ്റി അതിൻ്റെ ഔന്നത്യത്തിലേക്ക് പോകണമെങ്കിൽ സിൻഡിക്കേറ്റിലൊക്കെ വരേണ്ടത് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അല്ലാതെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ, ടീച്ചിങ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്ത ഒരാളെയൊക്കെ സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അക്കാദമിക് ആക്ടിവിറ്റീസിൻ്റെ പ്രാധാന്യമൊന്നും അദ്ദേഹത്തിന് മനസ്സിലാവത്തില്ല. അദ്ദേഹം വിവാദങ്ങളും ആ ലെവലിലല്ലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതൊരു വലിയ ഒരു കുറവായിട്ട് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. രാഷ്ട്രീയമായ ചില കരുനീക്കങ്ങൾ നടക്കുന്നുണ്ട് VC-ക്കെതിരെ. ഇല്ല, അതൊന്നും എന്നെ ബാധിക്കില്ല. കരുനീക്കങ്ങളൊന്നും എന്ത് കരുനീക്കങ്ങൾ വേണമെന്ന് നടത്തില്ല. എനിക്ക് വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട്. താങ്കളുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിൽ ഹൈക്കോടതി സർക്കാരിൽ നിന്ന് സത്യവാങ്മൂലം ആവശ്യപ്പെടുമ്പോൾ ആ സത്യവാങ്മൂലം തയ്യാറാക്കുന്നതിന് മുൻപാണ് താങ്കൾക്കെതിരെ നടപടി വേണം എന്ന റിപ്പോർട്ട്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പിനും എത്തുന്നത്. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമല്ലേ, ആരൊക്കെ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നുള്ള കാര്യം ഇപ്പം ക്ലിയർ അല്ലേ.
അപ്പം ഇങ്ങനെയൊക്കെ അതിന് മുമ്പ് തയ്യാറാക്കി ഇങ്ങനെ റിപ്പോർട്ട് പോകുന്നുണ്ട്, ഉന്നത വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇടപെടലുകളല്ലേ. അത് ആ സ്ഥാനത്ത് ഇതിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അല്ലെങ്കിൽ മറ്റ് ധനകാര്യ വകുപ്പ് മന്ത്രിയോ മറ്റ് മന്ത്രിമാരൊക്കെയാണ് ഈ കാര്യം എടുക്കുന്നതെങ്കിൽ അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കണം. ഒരു ഗവൺമെൻറ് കീഴിലുള്ള ഒരു സെക്രട്ടറിക്ക് അതിന് അധികാരമില്ല എന്ന് തന്നെ എൻ്റെ കുറച്ച് വിശ്വാസം. അപ്പോൾ സർക്കാരിൻ്റെ സത്യവാങ്മൂലം എങ്ങനെയാകും? ഇല്ല, അതൊക്കെ കോടതി പോട്ടെ. ഞാനതിനെക്കുറിച്ച് അഭിപ്രായം, ഞാനൊരു വൈസ് ചാൻസലർ ഇരുന്നുകൊണ്ട് ഗവൺമെൻറ് കൊടുക്കുന്നത് എങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് എ വിഭാഗത്തിലെ ചില അംഗങ്ങൾ താങ്കളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും താങ്കൾക്കെതിരെ വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ടെന്ന് താങ്കൾ പറഞ്ഞു. ലീഗ് അംഗങ്ങളുടെ പൂർണ്ണമായ പിന്തുണ VCക്കുണ്ടോ? ഈ സിൻഡിക്കേറ്റിൽ ഏതാണ്ട് 20-ലധികം അംഗങ്ങളുണ്ട്. ഈ 3-4 അംഗങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരുടെയും അംഗീകാരം എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എനിക്ക് പൂർണ്ണ സഹകരണം കിട്ടുന്നുണ്ട്. മാത്രമല്ല ഈ 4 അംഗങ്ങളും ഈ പറഞ്ഞ വിവാദം എന്ന് പറയുന്ന കാര്യത്തിൽ, അതായത് ഓഫ് ക്യാമ്പസ് സെൻ്ററുകൾ തുടങ്ങാനും തസ്തിക സൃഷ്ടിക്കുന്നതിന് ഈ പറയുന്ന 4 അംഗങ്ങളും സപ്പോർട്ട് ചെയ്തു. എല്ലാ അംഗങ്ങളും യുനാനിമസ് ആയിട്ട് സപ്പോർട്ട് ചെയ്തു. ഗവൺമെൻറ് നോമിനി വന്നിട്ട് ഗവൺമെൻറ് നോമിനി 4 നോമിനിയിൽ ഒരാൾ ഡിസെൻറ്റ് രേഖപ്പെടുത്തി, ഒരാൾ ഫോണിൽ വിളിച്ച് പറഞ്ഞു എനിക്ക് ഡിസെൻറ്റ് ഉണ്ടെന്ന്. പക്ഷേ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒന്നടങ്കം പറഞ്ഞു എവിടെയെങ്കിലും ഇരുന്ന് ഫോണിൽ വിളിച്ച് ഡിസെൻറ്റ് രേഖപ്പെടുത്താൻ പറ്റില്ല, വന്ന ആൾക്കാർക്ക് മാത്രമേ ഡിസെൻറ്റ് രേഖപ്പെടുത്താൻ പറ്റൂ. അപ്പം ഇതൊക്കെ നടപടിക്രമമാണ്. ഇതൊന്നും ഒരുപാട് വലിയ സിഗ്നിഫിക്കൻ്റ് കാര്യങ്ങളൊന്നുമല്ല. ഏത് സാഹചര്യത്തിലാണ് 77 ഓഫ് ക്യാമ്പസ് സെൻറ്ററുകൾ വിവാദത്തിലകപ്പെട്ടത്? അതിനെക്കുറിച്ച് വളരെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാതെ, ഞാൻ വൈസ് ചാൻസലറൊക്കെ വരുന്നത് അതിനെല്ലാം ശേഷമാണ്. ഇതിന് അത്രയോ മുമ്പ് 2 വർഷം മുമ്പിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് യൂണിവേഴ്സിറ്റി ഇങ്ങനെ അപേക്ഷ ക്ഷണിച്ചു പുതിയ ഓഫ് ക്യാമ്പസ് സെൻറ്ററുകൾക്ക്. ഒരു 126-ലേറെ അപേക്ഷകൾ ഓഫ് ക്യാമ്പസ് സെൻറ്ററുകൾ അപേക്ഷകൾ വന്നു. അതിൽ യൂണിവേഴ്സിറ്റി ഫിക്സ് ചെയ്ത മാനദണ്ഡങ്ങൾ, കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് ആ കാര്യത്തിൽ. ഇത്ര സ്ക്വയർ ഫീറ്റ് കെട്ടിടം ഉണ്ടാവണം, ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരുണ്ടാവണം, സ്വന്തമായിട്ട് കെട്ടിടം ഉണ്ടാവണം, അങ്ങനെ കുറേ നോംസ് വയ്ക്കുന്നു. ആ നോംസ് പ്രകാരം നമ്മുടെ സിൻഡിക്കേറ്റ് മെമ്പർമാർ ഓരോ സെൻറ്ററുകളിലും പോയി ഇൻസ്പെക്ഷൻ നടത്തി ഈ പറയുന്ന മാനദണ്ഡങ്ങളൊക്കെ പാലിക്കപ്പെട്ടു എന്ന് ഉറപ്പുള്ള 77 സെൻറ്ററുകൾക്ക് അംഗീകാരം കൊടുത്തു. അവർ വലിയ ഫീസൊക്കെ, അഫിലിയേഷൻ ഫീസൊക്കെ ആയിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ അപ്ലൈ ചെയ്തിട്ടുള്ളത്, ഇവിടെ അടച്ചിട്ടുള്ളതാണ്. തുടർന്ന് ഈ കോഴ്സ് അനുവദിക്കുന്ന ഘട്ടം എത്തിയപ്പോഴത്തേക്ക് ഈ 77-ൽ വീണ്ടും 17 സ്ഥാപനങ്ങളെ നോംസ് പൂർണ്ണമായിട്ടും പാലിച്ചിട്ടില്ല തുടങ്ങുന്ന സമയത്ത്. അതുകൊണ്ട് അതും കളഞ്ഞ് വെറും 60 സെൻറ്ററുകൾ മാത്രമാണ് നമ്മൾ ഓഫ് ക്യാമ്പസ് സെൻറ്ററുകൾ ഈ വർഷം തുടങ്ങിയത്. അവിടെ കുട്ടികളെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, അധ്യാപകരെ എടുത്ത്. ഞാൻ ജനുവരി 5-ാം തീയതി വൈസ് ചാൻസലറായിട്ട് ഇവിടെ സ്ഥാനം എടുക്കുമ്പോൾ അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ നടന്ന ഒരു സിൻഡിക്കേറ്റ് മീറ്റിലേക്ക് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള യെസ് എന്ന് പറയാം, എല്ലാവരും യെസ് എന്ന് പറയുന്ന ആ രീതിയിൽ എല്ലാവരും അംഗീകരിച്ചു വന്ന ഒരു പ്രപ്പോസലായിരുന്നു ഇത്. ഇതിനകത്ത് ഇതിൻ്റെ പ്രപ്പോസൽ വന്നപ്പോഴോ ഇതിൻ്റെ പ്രോസസ്സ് നടന്നപ്പോഴോ ഒന്നും വൈസ് ചാൻസലർ ഒരു ഘട്ടത്തിൽ ഇവിടെ ഇല്ല. യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ അല്ല അന്ന് ഞാൻ. പക്ഷേ അന്നത്തെ വൈസ് ചാൻസലർ ഡോക്ടർ രാജൻ ഗുരുക്കൾ അതിനെതിരെ നിലകൊണ്ടിരുന്നു. അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽസ് അറിയത്തില്ല. ഒരുപക്ഷെ എതിരായിട്ട് നിന്നിട്ടുണ്ടാവും, പക്ഷേ അദ്ദേഹം അംഗീകരിക്കാതെ എനിക്ക് തോന്നുന്നില്ല എത്ര